ഒരാൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുമ്പം ഒരു ബിൽഡറെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് ഇന്നത്തെ കാലത്ത്. ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് നല്ല ഒരു ബിൽഡറെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബിൽഡറിന് വീട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നതാണ്, ആ ആൾ ചെയ്ത 5 വീട് പോയി നോക്കുക. ആ ആൾ ചെയ്ത 5 വീട്, പുതിയ വീടല്ല, പഴയ വീടുകൾ, താമസമായ വീടുകൾ 5 വീട് പോയി നോക്കുക. ആ വീട് പോയി നോക്കുമ്പോൾ 5 വീട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അയാളിന് കൊടുക്കാം. ആ ചെയ്തേക്കുന്ന രീതി, അയാളുടെ ബിൽഡ് ക്വാളിറ്റി, അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഒരു 4-5 വർഷം പഴക്കമുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിനകത്ത് എന്തൊക്കെ ഡ്രോബാക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടായത് എന്തുകൊണ്ടെന്ന് നമുക്ക് അയാളുടെ ചോദിക്കാം. ഇനി ഇതിലെല്ലാം ഉപരി നമ്മൾ ആ വീട്ടിൽ പോകുമ്പോൾ അവരൊരു ചായ ഇട്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിൽഡറിനെ നമുക്ക് വിശ്വസിക്കുക. കാരണം 90% ബിൽഡേഴ്സും ലാസ്റ്റ് ഘട്ടത്തിൽ ഉടക്കിയിട്ടൊക്കെയാണ് അടിയുണ്ടാക്കിയാണ് തരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ആ ബിൽഡറിനെ നമ്മൾ ഇന്ന വീട് നോക്കാൻ വന്നതാണ്, ഇന്ന ആളിൻ്റെ വർക്കാണ്, അയാളില്ലാത്തപ്പോൾ പോയാലും കുഴപ്പമില്ല, കൂടെ കൊണ്ടുപോയാലും കുഴപ്പമില്ല, പോകുമ്പോൾ അവരുടെ ആ ഒരു സമീപനം എങ്ങനെയെന്ന് നോക്കിയിട്ട് നമുക്കൊരാളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പരിചയമില്ലാത്ത ആളാണെങ്കിൽ നമ്മളൊരു 5 വീട് പോയി നോക്കിയിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പഴയ വീടുകൾ കൊണ്ടുവന്ന് കാണിച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരാൾ സമീപിച്ചാൽ നിങ്ങളെ പഴയ വീടുകൾ? അതെ. ബാക്കി നമ്മളെ വീടുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലൈൻ്റാണ് അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ഐഡിയ ഉണ്ട്. ഇപ്പോൾ റിനോവേഷൻ ആയാലും ചെല്ലുമ്പോൾ അവർ തന്നെയാണ്, അവിടുത്തെ ആ ക്ലൈൻറ്റ് തന്നെയാണ് ഈ ക്ലൈൻറ്റിനെ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ മിണ്ടാതെ നിന്ന് കൊടുത്താൽ അവർ തന്നെ വർക്ക് പിടിച്ച് തന്നോളൂ. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.